ശബരിമലയിലെ സർവ്വപാപനാശിനിയാണ് സന്നിധാനത്തെ ഭസ്മക്കുളമെന്നാണ് വിശ്വാസം. ഇതിന് പ്രാധാന്യം ഏറെയാണ്. ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയനപ്രദക്ഷിണം ഭസ്മക്കുളത്തിൽ മുങ്ങി തോർത്താതെ വന്നാണ് നടത്തുന്നത്. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുത ശേഷം ഇവിടെയെത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട്. 18 വർഷമായി ശബരിമലയിൽ എത്തുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത്. തപസ്വിനിയും കന്യകയുമായ ശബരിയാഗ അഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം. അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണെന്ന് കരുതപ്പെടുന്നത്. സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്ന വിശ്വാസവും ഉണ്ട്. ഭസ്മക്കുളത്തിൽ മുങ്ങിയുള്ള ശയനപ്രദക്ഷിണം നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നു. ഇപ്പോൾ അതിന് നിയന്ത്രണമുണ്ട്. ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം. ഭസ്മക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും കുട്ടികളെ തനിയെ കുളത്തിൽ ഇറക്കരുതെന്നും നിബന്ധനയുണ്ട്. ഭഗവാനെ അയ്യപ്പനെ കാണാൻ വന്ന് 29 വർഷമായി. ദേശമംഗലം, തൃശ്ശൂർ ജില്ല ദേശമംഗലം പഞ്ചായത്തിൽ നിന്ന് 26 പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദർശനം ഇവിടെ വന്ന് പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഭസ്മക്കുളത്തിൽ മുങ്ങുന്നത്. ഗുരുസ്വാമിയായിട്ട് 29 വർഷമായി. ഞങ്ങൾ കൂട്ടുകുടുംബം, കൂട്ടുകാർ എല്ലാവരും കൂടിയാണ് വന്നേക്കുന്നത്. ഇവിടെ കുഞ്ഞുസ്വാമി കൂടെ ഉണ്ട്, ಕನ್ನಿಸ್ವಾಮಿയാണ്. ಕನ್ಯಾಸ್ವಾಮಿ ಸ್ನಾನ ಮಾಡುವ ಸ್ಥಳ. ಸ್ವಾಮಿ ಸ್ನಾನ ಮಾಡಿದ ಮೇಲೆ ಕನ್ಯಾಸ್ವಾಮಿಗಳು ಸ್ನಾನ ಮಾಡಬೇಕು. ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ. ಸ್ವಾಮಿ ಕನ್ಯಾಸ್ವಾಮಿ ಕೊಳದಲ್ಲಿ, ಅಪ್ಪಚ್ಚಿ ಕೊಳದಲ್ಲಿ ಸ್ನಾನ ಮಾಡಬೇಕು. ಭಸ್ಮ ಕೊಳದಲ್ಲಿ ಸ್ನಾನ ಮಾಡಬೇಕು ಅಷ್ಟೇ. എൻ്റെ പേര് പ്രവീൺ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഇരുമുടിത്താണ്ടും കയറ്റി 18-ാം പടി കയറി അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞ് ഇവിടെ ഭസ്മക്കുളത്തിൽ കുളിക്കാൻ വന്നു. കുളിച്ചതിന് ശേഷം നെയ്യഭിഷേകം കഴിഞ്ഞ് നമ്മൾ പ്രസാദവും മേടിച്ച് തിരിച്ചു പോകുന്നു.